ഈ വാക്കുകൾ കിട്ടുന്നില്ല. ഞാനിവിടെ ഇരുന്നപ്പം എൻ്റെ അച്ഛൻ മാത്രമായിട്ട് മനസ്സിൽ. ശ്രീ മനോജ് കെ ജയനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രൗഢഗംഭീരമായ ഈ വേദിക്കും സദസ്സിനും നമസ്കാരം. സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ അദൃശ്യ സാന്നിധ്യമുള്ള ഒരു വേദിയും സദസ്സുമാണിത്. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അത്രയധികം അവിസ്മരണീയമായ മുഹൂർത്തമാണ് എൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ ഈ ദിവസം. ഇവിടെ ശ്രീ പെരിയ അദ്ദേഹം സൂചിപ്പിച്ച പോലെ ഒരു ജന്മം മുഴുവൻ അയ്യപ്പസ്വാമിക്ക് വേണ്ടി ജീവിച്ച, അയ്യപ്പസ്വാമിക്ക് വേണ്ടി പാട്ടുകൾ ഉണ്ടാക്കി അതൊരുപാട് ജനലക്ഷങ്ങൾക്ക് സന്തോഷമേകിയ ഒരു 2 പുണ്യജന്മങ്ങൾ, ജയവിജയന്മാർ. അതിൽ ജയൻ്റെ മകനായി ജനിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം. അവിടെ നിന്നുണ്ടായ ഭാഗ്യങ്ങളെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ ഇന്ന് ഈ നിമിഷം വരെ. അതുകൊണ്ട് മാത്രമാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ ഈ അവാർഡ് കിട്ടിയിട്ടുണ്ട് എനിക്കറിയാം. പക്ഷെ എനിക്കൊന്നും ഈ അവാർഡ്, ഈ പുരസ്കാരം കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. കാരണം അതൊരു ഈശ്വരൻ്റെ കയ്യൊപ്പുള്ള അവാർഡാണ്. സിനിമയിൽ വന്നതിന് ശേഷം കേരള സംസ്ഥാന പുരസ്കാരമടക്കം പലതരം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. എങ്കിലും ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഈശ്വരൻ്റെ കയ്യൊപ്പുള്ള ഒരു പുരസ്കാരം ആദ്യമായിട്ട് ലഭിക്കുകയാണ്. അതിൽ ഒരുപാട് സന്തോഷം. ഇന്ന് ഈ വേദിയിലുള്ള മറ്റൊരു വലിയ സന്തോഷം, അകാലത്തിൽ ഞങ്ങളെ വിട്ടുപിരിഞ്ഞ അച്ഛൻ്റെ സഹോദരൻ, ഇരട്ട സഹോദരൻ വിജയൻ. 1988 അദ്ദേഹം ഞങ്ങളെ വിട്ടുപിരിഞ്ഞാണ്. അതിനുശേഷം അച്ഛൻ ഒറ്റയ്ക്ക് 38 വർഷത്തോളം കുറേ പാട്ടുകൾ ചെയ്ത്, കുറേ കച്ചേരികൾ ചെയ്ത് ഈ കഴിഞ്ഞ ഒരു 7 മാസം മുമ്പാണ് ഞങ്ങളെ വിട്ടുപിരിഞ്ഞത്. അപ്പോൾ കൊച്ചച്ഛന് ഒരുപാട് ഇത്തരം അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് അച്ഛനാണ് ഏറ്റുവാങ്ങിയതെല്ലാം. അദ്ദേഹത്തിൻ്റെ ബ്ലെസ്സിങ് കൂടി ആയിരിക്കാം അച്ഛൻ ഒരുപാട് വർഷം ജീവിച്ചതും ഒരുപാട് പാട്ടുകൾ ഉണ്ടാക്കാൻ സാധിച്ചതും ഒരുപാട് അവാർഡുകളൊക്കെ അച്ഛന് നേടിയെടുക്കാൻ സാധിച്ചതും. അപ്പോൾ കൊച്ചച്ഛന് കിട്ടേണ്ട ഏറ്റവും വലിയൊരു പുരസ്കാരമാണ് ഇന്ന് മഞ്ജുവിന് ലഭിക്കുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഈ അവാർഡ് കിട്ടിയാലും വലിയ സന്തോഷം മഞ്ജുവിന് ലഭിക്കുന്നതാണ്. ഞാനിവിടെ ഇരുന്നപ്പം എൻ്റെ അച്ഛൻ മാത്രമായിട്ട് മനസ്സിൽ. വാക്കുകൾ കിട്ടുന്നില്ല. ഇതിലും വലിയൊരു അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടാനില്ല. അയ്യപ്പസ്വാമിയെ സേവിച്ചുകൊണ്ടുള്ള പാരമ്പര്യമായിട്ട് കിട്ടുന്ന വലിയ പുരസ്കാരത്തിന്, മഹത്തായ പുരസ്കാരത്തിന് നന്ദി പറയുന്നു. കൂടുതൽ എന്തൊക്കെയോ പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഈ വാക്കുകൾ കിട്ടുന്നില്ല. നന്ദി, നമസ്കാരം. നന്ദി. മീഡിയ ഗ്രാഫിക്സ് TV യൂട്യൂബ് ചാനൽ, കലയും കാഴ്ചയും.